ഹലോ എന്നല്ലേ? നേരിൽ കാണുന്ന സമയത്ത് ഹലോ എന്ന് വെച്ചാൽ എന്താ പറയാ? ഹായ് പറയാം. ഓക്കെ, ഹലോ. ചില കൂട്ടുകാരൊക്കെ ഉണ്ടായിട്ട് ഇതേ സൗണ്ട് ഉള്ളൂ. ഓക്കെ, ഹലോ 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 ഹായ്. ഓക്കെ, ഇപ്പൊ പ്രിയപ്പെട്ടവരെ എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് അറിയോ? എൻ്റെ പേര് സനീഷ്. വടകരയാണ് സ്ഥലം. നമുക്കറിയാം മാജിക് എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപമാണ് മാജിക് എന്നുള്ളത് അല്ലേ? കാരണം മറ്റുള്ള കലകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തപ്പെട്ടുകൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന ഒരു കലാരൂപമാണ് മാജിക്. അപ്പൊ നമുക്കറിയാം മനോഹരമായ ഒരു പാട്ടാണ് കേൾക്കുന്നെങ്കിൽ, അറിയുന്ന പാട്ടാണെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ പാട് സപ്പോർട്ട് ചെയ്യും അല്ലേ? മനോഹരമായ ഒരു ഡാൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ ഡാൻസ് നമ്മൾ ആസ്വദിക്കും. നർത്തകികളുടെ നർത്തച്ചുവടുകൾ തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ മാജിക് കാണുന്ന സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുക എന്താണ്? ഒരു മാജിക്കെങ്കിലും പൊളിഞ്ഞ് കാണാൻ വേണ്ടിയിരിക്കും അല്ലേ? കാരണം മാജിക്കിന്റെ രഹസ്യം, മാജിക്കിന് പിന്നിൽ എന്തെന്ന് അറിയാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മാജിക് എന്നത് രഹസ്യങ്ങളുടെ കലയാണ്. ഓരോ മാജിക്കിന്റെ പിറകിലും ഓരോ രഹസ്യം ഉണ്ടായിരിക്കും. അത് സയൻസ് ആയിരിക്കാം, ടെക്നിക്ക് ആയിരിക്കാം, ഗണിതമായിരിക്കാം, ഇങ്ങനെ എല്ലാ മേഖലയിലും പറന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു കലാരൂപം മാത്രമാണ് മാജിക് എന്നുള്ളത്. നിരന്തരമായ പഠനങ്ങളിലൂടെ, പരിശീലനങ്ങളിലൂടെ ഏതൊരാൾക്കും അവതരിപ്പിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു കലാരൂപമാണ് മാജിക് എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഏതൊരു പരിപാടിയുടെയും വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇരു കൈകളും പരസ്പരം സ്നേഹിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമാണ് വേദിയിൽ നിൽക്കുന്ന കലാകാരന്മാരുടെ ഊർജം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പരിപാടിക്ക് നിങ്ങൾ എന്ത് ചെയ്യും? പോരാ. ഓക്കെ, കൈയടിക്കും. അപ്പൊ നമുക്കറിയാം ഇത് കൈയടിക്ക് വരുന്ന സമയത്ത് അത് വേദിയിൽ നിൽക്കുന്ന കലാകാരന്മാർക്ക് ഒരു ഊർജ്ജമാണെന്ന് പറഞ്ഞു. എന്നാൽ കൈയടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഉണ്ട്. ഇപ്പൊ അടുത്ത് അമേരിക്കയിൽ ഒരു ഡോക്ടർ കൈയടിയെ കുറിച്ച് ഒരു പഠനം നടത്തിയിരുന്നു. അപ്പം അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കുകയാണ്. ഒന്ന് എന്താണെന്നറിയോ? നമ്മൾ ശക്തിയായിട്ട് കൈയടിക്കുന്ന സമയത്ത് നല്ലൊരു വ്യായാമമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിന് കൃത്യമായ ഒരു വ്യായാമം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല ഉന്മേഷം ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ? ഒന്നാമത്തെ കാര്യം. രണ്ടാമതെന്നറിയോ? നമ്മൾ ശക്തമായിട്ട് കൈയടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ തലച്ചോറൊക്കെ നല്ലോണം രക്തോട്ടം നടന്നു കഴിഞ്ഞാൽ നല്ലവണ്ണം ബുദ്ധി വികസിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ എന്താണെന്നറിയോ? പറയാം. മൂന്നാമത്തത് കൊണ്ടിട്ട് കൈയടിക്കാം. മൂന്നാമത്തത് നമ്മളിങ്ങനെ ശക്തിയായിട്ട് കൈയടിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറൊക്കെ കൂടുതലായിട്ട് രക്തോട്ടം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു വ്യായാമം ലഭിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കും എന്നുള്ളതാണ്. ഇതെന്താ ചെയ്യണമെന്നറിയോ? ഒന്ന് പരസ്പരം മുഖത്തോടെ മുഖം നോക്കിയ സൗന്ദര്യം കൂടിയില്ലേ നോക്കി കൂടിയില്ലേ? ഓക്കെ, അപ്പൊ കൂട്ടുകാരെ നമുക്ക് നേരെ മാജിക്കിലേക്ക് കിടക്കാം. നേരെ അടുത്തൊരു മാജിക്കിലേക്ക് പോകാം അല്ലേ? അടുത്തൊരു മാജിക്കിനെ സഹായിക്കുന്ന ആരാ കടന്നു വരിക? ഓക്കെ, ഒരു കൂട്ടുകാരൻ വന്ന്. ഓക്കെ, മോന്റെ പേരെന്താ? റിഷാൻ. ഓക്കെ, റിഷാനാണ് ഈ ഒരു മാജിക്കിനെ സഹായിക്കാൻ വേണ്ടി കടന്നു വന്നത്. അപ്പൊ റിഷാന് വേണ്ടി നല്ലൊരു കൈയടി കൊടുത്തേ. ഓക്കെ, റിഷാൻ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. എവിടെ സ്ഥലം എവിടെയാണ്? അമ്പലക്കുളങ്ങര. പക്ഷെ കള്ളം പറയാറുണ്ടോ? കളവ് പറയാറുണ്ടോ? ഓക്കെ, കുറച്ചൊക്കെ പറയാറുണ്ടല്ലേ? നമ്മൾ ചില ഘട്ടങ്ങളിൽ ചെറിയ കളവൊക്കെ പറയാറുണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ വെച്ചുകൊണ്ട് എനിക്ക് കള്ളം പറയാൻ പാടില്ല. റെഡിയാണോ? ഓക്കെ, അപ്പം ആദ്യം തന്നെ ഈ ഒരു മാജിക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതുകൊണ്ട് ചെറിയൊരു സമ്മാനം. മിഠായി ഇഷ്ടമാണോ? കൂട്ടുകാർക്ക് മിഠായി ഇഷ്ടമാണോ? എന്നാൽ നമുക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ഈ മിഠായിയോ ബിസ്ക്കറ്റോ വെള്ളമൊക്കെ തന്നു കഴിഞ്ഞാൽ മേടിക്കാൻ പാടുണ്ടോ? ഇല്ല. എന്നെ പരിചയമുണ്ടോ? പിന്നെ എന്തെങ്കിലും മേടിച്ചേ? അമ്മനടിച്ചേക്ക് തിന്നാവും അല്ലേ? ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ബിസ്ക്കറ്റോ മിഠായിയോ വെള്ളമൊക്കെ തന്നു കഴിഞ്ഞാൽ മേടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, അതിൽ പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾ ചേർക്കൽ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ലഹരി മാഫിയ വർക്ക് ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ കുട്ടികളെ ലഹരികളുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും അവരെ തട്ടിക്കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? ഈ മിഠായികളിൽ ലഹരി വസ്തുക്കളും മയക്കുമരുന്നൊക്കെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് നൽകുക എന്നുള്ളത് അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആര് തന്നെയായാലും ബിസ്ക്കറ്റോ മിഠായിയോ വെള്ളമോ തന്നു കഴിഞ്ഞാൽ വാങ്ങരുത് കേട്ടോ. ഓക്കെ, ഇത് നല്ല മിഠായിയാണ്, ഭക്ഷണം അമ്മയോട് ചോദിക്കുന്നത്. നല്ല അടിപൊളി മിഠായിയാണ്. ഓക്കെ, പോക്കറ്റിലേക്ക് ഇട്ടോളൂ. ഇതെന്താണ്? ഒരു പേപ്പറാണ് അല്ലേ? അപ്പോൾ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. മനസ്സിനെ വളരെ ഫ്രീ ആക്കി വിടുക. ഒരു ടെൻഷൻ ഒന്നും പാടില്ല, വളരെ ഫ്രീ ആക്കുക. ഓക്കെ, ഒന്നുമില്ല. റെഡി 1 2 3 എന്ന് പറയുന്ന സമയത്ത് കണ്ണുകളിലേക്ക് നോക്കുക. ഇതിന് 2 കഷ്ണമായിട്ട് കീറി തരണം. റെഡിയാണോ? റെഡി 1 2 3. ഇത് 2 പീസായിട്ട് കീറി വെച്ച് തിരിക്കുക. ഓക്കെ,
പിന്നെ 2 പേപ്പർ മുന്നോട്ടേക്ക് പിടിച്ച്, 2 പേപ്പർ മുന്നോട്ടേക്ക് പിടിച്ച് എല്ലാവർക്കും കാണുകയെ പിടിച്ച്. ഓക്കെ, അപ്പൊ ഈ ഒരു പേപ്പറിൽ എത്ര കഷ്ണാക്കിയിട്ടാണ് മാറ്റിയത്? 2 കഷ്ണാക്കി മാറ്റി. മോൻ ചെയ്യേണ്ടത് ആ 2 പേപ്പറിൽ മോൻ ഇഷ്ടപ്പെട്ടൊരു പേപ്പർ, മാജിക് ആണ്, ആലോചിച്ചുകൊണ്ട് തീരുമാനം എടുക്കുക. ആ 2 പേപ്പറിൽ മോൻ ഇഷ്ടപ്പെട്ടൊരു പേപ്പർ മോന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഏത് പേപ്പർ സെലക്ട് ചെയ്യും? അതാ വേണ്ടത്. ഇഷ്ടമല്ലാത്ത പേപ്പർ കൊണ്ടുവരണം. പേപ്പർ ഇങ്ങനെ പിടിച്ചേ. ഓക്കെ, എല്ലാവർക്കും പേപ്പർ കാണാമല്ലോ അല്ലേ? ഇതിൽ ശരിക്കും നല്ല പേപ്പർ ഏതാ? ഇതല്ലേ? ഓക്കെ, എല്ലാവരും പറയുന്നത് ഇതാ നല്ല പേപ്പർ എന്നുള്ളതാണ്. അപ്പൊ ഒരു ചാൻസ് കൊണ്ട് ഇതെല്ലാം മാറ്റുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ശരിക്കും നല്ല പേപ്പർ ഇതല്ലേ? ഓക്കെ, ഞാൻ എനിക്ക് നല്ലത് കിട്ടാൻ വേണ്ടി കളവ് പറഞ്ഞതാ. അതാണ് പറയുന്നത്. നമ്മൾ ചില കുട്ടികൾ കളവൊക്കെ പറയില്ലേ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കളവ് പറയുന്നൊക്കെ പറഞ്ഞില്ലേ? ഓക്കെ, അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇഷ്ടങ്ങൾ എപ്പോഴെങ്കിലും മറ്റുള്ള ആളുകളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റം വരുത്തണോ? മറ്റുള്ള ആളുകളുടെ ഇഷ്ടങ്ങള് ഇല്ലേ? ഇപ്പൊ നമ്മുടെ ഒരു ഇഷ്ടം മറ്റുള്ള ആളുകളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റണോ? വേണ്ട. പിന്നെ എന്തെങ്കിലും മാറ്റി? ഇഷ്ടമില്ലാത്ത പേപ്പറല്ലോ ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്തുകൊണ്ടാ? അങ്ങനെ മാറ്റാൻ പാടുണ്ടോ? ഒരിക്കലും മാറ്റാൻ പാടില്ല അല്ലേ? കാരണം നമ്മുടെ ഇഷ്ടങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത്. പ്രശ്നമൊന്നുമില്ല. അത് കീറിയ സമയത്ത് ഒന്ന് ചെറുതായി പോയി, ഒന്ന് വലുതായി പോയി എന്നുള്ളൂ അല്ലേ? നമുക്ക് നമ്മൾ ശരിക്കും ഇതിൽ ഇഷ്ടപ്പെട്ട പേപ്പർ എടുത്തോ? ഏതാ? അത് മതി. ഓക്കെ, ഇതെന്ത് ചെയ്യണം അറിയാം? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കലില്ലേ? തീരുമാനങ്ങൾ എടുക്കലുണ്ടോ? നിങ്ങളൊക്കെ എന്ത് തീരുമാനം എടുക്കല്? നല്ലോണം പഠിക്കണമെന്നോ നല്ലോണം കളിക്കണമെന്നോ? എന്ത് തീരുമാനം? നല്ലോണം കളിക്കണമെന്ന് തീരുമാനിക്കില്ലേ? നല്ലോണം പഠിക്കണമെന്ന് തീരുമാനിക്കുമെങ്കിലും പഠിക്കണമെന്ന് തീരുമാനിച്ചാൽ അതേപോലെ നടക്കാറുണ്ടോ? ഇല്ല അല്ലേ? പക്ഷെ അതേപോലെ നടക്കണം. നിങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നടക്കണം. എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മൾ തീരുമാനം എടുക്കുന്ന സമയത്ത് മനസ്സുകൊണ്ട് തീരുമാനം എടുക്കണം. എങ്ങനെയാ മനസ്സുകൊണ്ട് തീരുമാനം എടുക്കുന്നത് അറിയോ? നമുക്ക് നോക്കാം. 2 കയ്യിൽ നിന്ന് താഴെ നേരെ നോക്കി, നേരെ നോക്കുക. ഓക്കെ, ഒന്ന് ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് വളരെ സാവകാശം പുറത്തേക്ക്. വീണ്ടും ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വെച്ച് സാവകാശം പുറത്തേക്ക്. എന്റെ വാക്കുകൾ മാത്രം ശ്രദ്ധിക്കുക. എന്റെ വാക്കുകൾ മാത്രം ശ്രദ്ധിക്കുക. അല്പസമയം കഴിഞ്ഞാൽ മോന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പേപ്പർ എത്ര ശക്തി ഉപയോഗിച്ച് കഴിഞ്ഞാലും കീറാൻ സാധ്യമല്ല എന്ന് മനസ്സുകൊണ്ട് ഉറച്ചു വിശ്വസിക്കുക. മനസ്സുകൊണ്ട് ഉറച്ചു വിശ്വസിക്കുക. ഓക്കെ, റെഡി? കണ്ടോ? ഇതെന്ത് ചെയ്യണം അറിയോ? ഞാൻ റെഡി 1 2 3 പറയുന്ന സമയത്ത് കയ്യിലിരിക്കുന്ന പേപ്പറിൽ ഇതിനൊന്ന് 2-3 പീസ് എന്റെ കയ്യിലേക്ക് വെച്ച് തരണം. റെഡിയാണോ? റെഡിയാണോ? നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ. ഓക്കെ, റെഡി? 1 2 3. റെഡി? റെഡി? ശക്തി ഉപയോഗിക്കുക. നന്നായി ശക്തി ഉപയോഗിക്കുക. റെഡി? 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 നന്നായി ശക്തി ഉപയോഗിക്കുക. റെഡി? 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 നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. റെഡി? റെഡി? ശക്തി ഉപയോഗിക്കുക. പരമാവധി ശക്തി ഉപയോഗിക്കുക. ഓക്കെ, സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുത്തിരുന്നല്ലേ? എന്ത് തീരുമാനം മനസ്സുകൊണ്ട് എടുത്തേ? എത്ര ശക്തി ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് കീറാൻ സാധ്യമല്ലാന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചില്ലേ? അത് അതേപോലെ സാധിച്ചില്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നത്, അത് മനസ്സുകൊണ്ട് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊക്കെ പറയുവാനുള്ളത്, നിങ്ങളൊക്കെ മനസ്സുകൊണ്ട് ശക്തമായ ഒരു തീരുമാനം എടുക്കേണ്ട സമയമാണെന്നല്ലേ? എന്ത് കാര്യം തീരുമാനം എടുക്കണമെന്നറിയോ? എന്താണെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്ന് ശക്തമായ മനസ്സുകൊണ്ട് തീരുമാനിക്കുക. അങ്ങനെ ശക്തമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആരും നിങ്ങളെ നിർബന്ധിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഒരിക്കലും ലഹരിയുടെ ലോകത്തേക്ക് പോകില്ല. അങ്ങനെ തീരുമാനിക്കോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മാജിക്കിന് സപ്പോർട്ട് ചെയ്ത് കൂട്ടുകാരന് നല്ലൊരു കൈ കൊടുക്കുക. ശരി, ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു മാജിക്കിലേക്ക് കടന്നാലോ? റെഡിയോ? ഓക്കെ, അടുത്തൊരു മാജിക് അവതരിപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു സ്ഥലം കണ്ടാലോ? റെഡിയാണോ? ഓക്കെ, ആരെങ്കിലും യൂറോപ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നമുക്കൊന്ന് യൂറോപ്പ് കണ്ടാലോ? റെഡിയാണോ? നമ്മൾ അല്പസമയം കൊണ്ട് ഈ മാജിക്കിനിടയിൽ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ യൂറോപ്പ് കാണാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ റെഡിയാണോ യൂറോപ്പ് കാണാൻ? ഒന്നുകൂടി ശ്രദ്ധിക്കാം. നമ്മളിപ്പോ കാണാൻ പോകുന്നത് എന്താണ്? യൂറോപ്പ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം. ഇതെന്താണ്? ഇതിനെന്താ ഇംഗ്ലീഷ് പറയാ? കേൾക്കുന്നില്ല? നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതാൻ എന്താ വായിക്കാം? യു. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതാൻ എന്താ വായിക്കാം? യു. ഇത് എന്ത് റോപ്പാണ്? യൂറോപ്പ്. ഇപ്പൊ യൂറോപ്പ് ഉണ്ടോ? യൂറോപ്പ് ഉണ്ടല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്ക് യൂറോപ്പ് ആണല്ലേ? യൂറോപ്പ് ഉണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് യൂറോപ്പ് ഉണ്ടല്ലേ? യൂറോപ്പ് ഇഷ്ടപ്പെട്ടോ? പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഓക്കെ, അതാണ് പ്രശ്നം.
പക്ഷെ പ്രശ്നമാക്കണ്ട, ഈ യൂറോപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങളെപ്പോലെ ഒരുപാട് വിഭിന്നതകളുള്ള ഒരു യൂറോപ്പാണ്. എന്താണെന്നറിയോ? സാധാരണ യൂറോപ്പിന് എത്ര അറ്റം ഉണ്ടാവും? 2 അറ്റം ഉണ്ടാവും അല്ലേ? എത്ര നടുഭാഗം ഉണ്ടാവും? 1. ഇതിന്റെ പ്രശ്നം എന്താ പറയുക? ഇതിന് 3 അറ്റം ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ 3 അറ്റം ഉണ്ടെങ്കിൽ ഇതിന് എത്ര നടുഭാഗം വേണം? എത്ര നടുഭാഗം വേണം? 2 1 ഒരു നടുഭാഗമാണെങ്കിൽ എത്ര ഉണ്ടാവും? 2 വേണ്ടേ? ഇതിപ്പോ 3 അറ്റം ഉണ്ടല്ലോ. 3 അറ്റം വരണമെങ്കിൽ ഇവിടെ എത്ര നടുഭാഗം വേണം? എത്ര വേണം? ഓക്കെ, ഇവിടെ പ്രശ്നം എന്താ പറയുക? ഇതിന് 4 അറ്റം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ 4 അറ്റം തന്നിട്ടുണ്ടെങ്കിൽ ഇതിന് എത്ര നടുഭാഗം വേണം? 2. ഇതിന് 2 ടോപ്പാണെന്നാണ് അതിന്റെ പ്രത്യേകത. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ വളരെ രസകരമായ ഒരു കണക്കുണ്ടല്ലേ? എന്താണ്? സാധാരണ 1 കൂട്ടിയാൽ എത്രയാണ്? 2 ആണ്. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ രസകരമായ ഒരു കഥയിൽ പറഞ്ഞ എന്താണെന്നറിയോ? 1 കൂട്ടിയാല് ഇമ്മണി വലിയ 1 അല്ലേ? ഓക്കെ ഓക്കെ, ഓക്കെ, മോന്റെ പേരെന്താ? റസീൽ. ഓക്കെ, റസീലിന് വേണ്ടി നല്ലൊരു കൈയ്യടി കൊടുത്തേ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? 6ാം ക്ലാസ്. മാജിക് അറിയോ? പഠിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ അറിയും? ഓക്കെ, യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഒരുപാട് മാജിക്കുകൾ നമ്മളിപ്പോൾ പഠിക്കാറുണ്ട് അല്ലേ? ഓക്കെ, നല്ലോണം മാജിക് പഠിക്കാൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു മാജിക്കിൽ സഹായിക്കാൻ. ഓക്കെ, ഒരു മിനിറ്റ്. മോനെ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹോബി എന്താണ്? വായനയാണോ കളിയാണോ? കളിയാണ്. എന്ത് കളിയാണ് ഇഷ്ടം? ഫുട്ബോൾ. വായിക്കാറുണ്ടോ? വായന ഇഷ്ടമാണോ? കുറച്ച്. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാകാരന്റെ പേര് പറയാം. അതായത് നിങ്ങളുടെ പേര് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്, ഈ കൂട്ടുകാരനെ ഞാൻ പരിചയപ്പെടുത്തുന്നത്, എൻ്റെ കയ്യിൽ 2 പുസ്തകങ്ങളുണ്ട്. കാണാമല്ലോ, 2 പുസ്തകങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ഇതാരാണെന്നറിയാം? ഓക്കെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നേരും നുണയും എന്നുള്ളൊരു പുസ്തകമാണ്. 2ാമത്തെ പുസ്തകം ഇതാരാണെന്നറിയോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഫോട്ടോ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതാരാണെന്നറിയോ? ഇത് ഓഷോ ആണ്. ഓഷോന്റെ ഒരു പുസ്തകമാണ്. ഇങ്ങനെ 2 പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത്. മോൻ ചെയ്യുന്നത്, മോൻ ഇതിൽ ഇഷ്ടമുള്ള ഒരു പുസ്തകം കൈയോട് സെലക്ട് ചെയ്യുക. അതാണ് വേണ്ടത്. ഓക്കെ, ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഈ പുസ്തകം ഇവിടെ വെക്കാം, ആരും എടുക്കരുത്. ഓക്കെ, മോൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ പുസ്തകം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് അറിയാം? ഒന്ന് മനസ്സുകൊണ്ട് വെറുതെ ഇതിന്റെ പേജുകളിലേക്ക് ഇങ്ങനെ മനസ്സിനെ കൊണ്ടുപോകും. എന്തെങ്കിലും കഥകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വരും, തെളിഞ്ഞു തെളിഞ്ഞു വരാം. അങ്ങനെ വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. ഇല്ല. എന്നൊരു കാര്യം ചെയ്യാം, ഞാനൊരു കാര്യം ചെയ്യാം. ഈ പേജ് ഇങ്ങനെ മറിച്ചിടാം. മോൻ ഇഷ്ടമുള്ള ഒരു സ്ഥലത്തുന്ന സമയത്ത് സ്റ്റോപ്പ് പറയാം. ഉദാഹരണത്തിന് ഇവിടെയാണ് പറഞ്ഞതെങ്കിൽ ഇതിന്റെ പേജ് നമ്മൾ മനസ്സിൽ ഓർമ്മിക്കുക. എത്ര പേജ് നമ്മൾ? 42. ഫസ്റ്റ് വാക്ക് എന്താണ്? ഫസ്റ്റ് വാക്ക് 2 അല്ല, അതിനപ്പുറത്തുള്ള ഫസ്റ്റ് വാക്ക്. ഇതെന്താ വായിക്കുക? താങ്കൾ. ഓക്കെ, അപ്പൊ അത് മനസ്സിൽ ഓർമ്മിക്കുക, വിളിച്ചു പറയാൻ പാടില്ല. അതിന്റെ ഓപ്പോസിറ്റ് പേജ് ഞാൻ കാണാതിരിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാം, ഒരു കാർഡ് എടുത്തുകൊണ്ട് ഇതിന് മാറ്റാം. ഓക്കെ, റെഡി ആണല്ലോ? സിമ്പിൾ ആണ്. ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് പറയാം. സ്റ്റോപ്പ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേജ് നമ്പർ മനസ്സിൽ ഓർമ്മിക്കാം. ഓക്കെ, ഓപ്പോസിറ്റ് പേജ് കാണാതിരിക്കാൻ വേണ്ടി കാർഡ് വെച്ച് മറിച്ചിട്ടുണ്ട്. ഈ പേജ് നമ്പർ മനസ്സിൽ ഓർമ്മിച്ചു. ഫസ്റ്റ് വാക്ക് മനസ്സിൽ ഓർമ്മിച്ചു. വായിക്കരുത്, ചുണ്ടനക്കരുത്, മനസ്സിൽ വായിക്കരുത്. വായിച്ചു. ഓക്കെ, അപ്പൊ ഇതിന്റെ പേജ് നമ്പർ എത്രയാണോ ഫസ്റ്റ് വാക്ക് എത്ര ഓർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ, കയ്യിൽ പിടിച്ചത്. ഇപ്പം ഓക്കെ ആണല്ലോ. ഇപ്പൊ ഞാൻ ഒരു പേജിലേക്ക് മനസ്സ് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് പേജാണെന്ന് എനിക്ക് എത്രാമത്തെ പേജാണ്? 126. ഓക്കെ, അപ്പൊ എത്രയാണ് പേജ് നമ്പർ? 126ാമത്തെ പേജ് നമ്പർ. ഓക്കെ, ഇനി ആ 126ാമത്തെ പേജിൽ ഫസ്റ്റ് വാക്ക് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ, എന്തൊരു ടെൻഷൻ ഉണ്ടോ? ഓക്കെ, ചെറുങ്ങനെ ടെൻഷൻ ഉണ്ട്, അതൊന്ന് മാറ്റാം. ഓക്കെ, ഇനി അതിന്റെ ഫസ്റ്റ് വാക്ക് എന്താണെന്ന് പറഞ്ഞു? ഓർമ്മയില്ല, മറന്നുപോയില്ലേ? അതാണ് പ്രശ്നം, അതാണ് ചെറിയ ടെൻഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ നമുക്ക് മറവി കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയാം? നമ്മൾ കിട്ടുന്ന സമയത്ത് പലപ്പോഴും മൊബൈൽ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ വായനാശീലമൊക്കെ ഇത് കുറഞ്ഞു വരികയാണ്. ഇപ്പൊ മറന്നു പോയതുകൊണ്ട് ഇപ്പൊ പുസ്തകം കയ്യിലുള്ളത് പ്രശ്നമല്ല. ഓക്കെ, ഇപ്പൊ പേജ് നമ്പർ ഓർമ്മയുണ്ടല്ലോ? ആ പേജ് നമ്പർ എടുത്ത് 120. ഇത്രയും പേജ് നമ്പർ 126. 126ാമത്തെ പേജ് എടുത്ത് 126ാമത്തെ പേജ് എടുക്കുക. അതിന്റെ ഫസ്റ്റ് വാക്ക് എന്താണെന്ന് പെട്ടെന്ന് പറയാം. ഇല്ലേ? 126ാമത്തെ പേജ് എടുക്കുക.
ഇല്ലേ? ബാക്കി പേജൊക്കെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഇതിൽ 126 പേജ് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പല ആളുകളെയും ഇഷ്ടപ്പെടാത്ത ആളുകളെ നമ്മൾ മാറ്റി നിർത്താറുണ്ട് അല്ലേ? ഇഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ സ്വീകരിക്കും, ഇഷ്ടപ്പെടാത്ത ആളുകൾ എന്ത് ചെയ്യും? മാറ്റി നിർത്തൂല്ലേ? അതേപോലെ നമ്മൾ ഇവിടെ ഇഷ്ടപ്പെടാത്തൊരു പുസ്തകം മാറ്റി നിർത്തിയിരുന്നു അല്ലേ? ഏതായിരുന്നു പുസ്തകം അത്? ഓക്കെ, അതൊന്നും എടുത്തേ. ഇനി ആ പുസ്തകം തുറന്നു നോക്കി, അതിലെന്താ നോക്കി? മൊത്തത്തിൽ മസിൽ. എന്താണ് തുറന്നു നോക്കി? ഓക്കെ, അപ്പൊ നമുക്ക് ഇഷ്ടമല്ല നമ്മൾ മാറ്റി വെച്ചതിലാണ് നമുക്ക് വേണ്ട സാധനങ്ങളുള്ളത് അല്ലേ? ഓക്കെ, ഞാൻ നിർത്തി നോക്കി. ഇനി ആ പേജ് നമ്പർ ഇതിന് കറക്റ്റ് ആണോ എന്ന് ഇവിടെ വെച്ച് നോക്കി. കറക്റ്റ് ആണോ? ഓക്കെ, ഇനി പേജ് നമ്പർ ഒന്ന് വായിച്ചു കൊടുത്തേ. ഓക്കെ, 126. ഓക്കെ, ഇനി ഫസ്റ്റ് വാക്ക് മറന്നുപോയി. ഓക്കെ, അപ്പൊ മറന്നുപോയി എന്നുള്ളതാണ് ഇതിലെ ഫസ്റ്റ് വാക്ക് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇത്രയും സമയം ഈ മാജിക്കിനെ സപ്പോർട്ട് ചെയ്ത കൂട്ടുകാരന് നല്ലൊരു കൈയ്യടി കൊടുക്കുക. മോൻ ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്? മാത്സ്. ഓക്കെ, ഇഷ്ടപ്പെട്ട വിഷയം മാത്സ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ചെറിയ സിമ്പിൾ ആയിട്ട് ഒരു കണക്ക് വരിക. റെഡി ആണല്ലോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. 1050 പ്ലസ് 2000 3050. സിമ്പിൾ ആണ് അല്ലേ? 3050 കൂടെ 30 കൂട്ടിയാൽ 3050. 3050 പ്ലസ് 1000 4050 പ്ലസ് 20. ഓക്കെ, ഗുഡ്. നല്ലൊരു കൈയ്യടി കൊടുക്കുക. ഓക്കെ, താങ്ക് യു. പിടിക്കുക, സീറ്റ് പോയിരിക്കുക. മോൻ പറഞ്ഞ ആൻസർ തെറ്റാണ് അല്ലേ? തെറ്റാണ്. ഒന്നും കൂടെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് പറയാം. 1050 പ്ലസ് 2000 എത്രയാണ്? 3050. 3050 പ്ലസ് 30 3080. 3080 പ്ലസ് 1000 4080. 4080 പ്ലസ് 20. ഓക്കെ, 4100 ആണ് അതിന്റെ ആൻസർ എന്നുള്ളത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും അറിയുന്ന ആളുകളോടാണ് ഇത് തെറ്റിപ്പോകുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു മാജിക് ടച്ച് ഉള്ള ഒരു കണക്കാണിത്. അപ്പം 80 20 ഉള്ളത് 800 200 എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മനസ്സ് മാറും. ഓക്കെ, അപ്പൊ ഇത്രയും സമയം മാജിക്കിനെ സപ്പോർട്ട് ചെയ്ത കൂട്ടുകാരന് നല്ലൊരു കൈയ്യടി കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു മാജിക്കിലേക്ക് കിടക്കാം അല്ലേ? അടുത്തൊരു മാജിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ വരിക? പെട്ടെന്ന് വരാം. ഓക്കെ, മോന്റെ പേര് ഫലാൻ. ഓക്കെ, അപ്പൊ ഫലാനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഗ്ലാസ് ആണ്. ഇതിനുള്ളിൽ വല്ലതും ഉണ്ടോ നോക്കിയേ? ഉണ്ടോ? ഒന്ന് എല്ലാവരും കാണിച്ചു കൊടുത്തേ. ഇതെന്താണെന്നറിയോ? കത്രികയാണ് അല്ലേ? കത്രിക പിടിച്ച് ഗ്ലാസ് അങ്ങോട്ടേക്ക് മാറ്റി പിടിക്കാം. കത്രിക പിടിച്ച്. ഓക്കെ, അടുത്ത ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മാലയാണ്. നമുക്കറിയാം, ഒരു ചരടിൽ ഒരുപാട് മുത്തുകൾ തുറക്കുന്ന സമയത്ത് കാണാൻ ഇതേപോലെ മനോഹരമാണ് അല്ലേ? ഒരു പക്ഷെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് ഇതേപോലെ ആയിരിക്കും അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ വ്യത്യസ്ത പ്രദേശങ്ങളിലെ വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണ രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലേ? വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇല്ലേ? എന്നാൽ നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാൽ, ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഐക്യത്തിന് എന്ത് സംഭവിക്കും? ഐക്യം എന്താക്കുമോ? പൊട്ടിപ്പോവില്ലേ? അപ്പം ഇതിനെ പ്രതീകമായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഒന്ന് കട്ട് ചെയ്തേ. ഓക്കെ, പിന്നെ ഗ്ലാസ്സിൽ നിന്ന് വരത്തി പിടിച്ച് ഇതിനെ പിടിപ്പിക്കുക. ഓക്കെ, ഇനി ഈ മുത്തുകളൊക്കെ ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഇടാൻ പോവുകയാണ്. ഓക്കെ, ഈ മുത്തുകളൊക്കെ ഈ ഗ്ലാസ്സിനകത്തേക്ക് ഇട്ട് ഇതിനെ വീണ്ടും ഒന്ന് കട്ട് ചെയ്ത്. ഓക്കെ, ഇപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് നേരത്തെ കണ്ടതുപോലെ ഒരു മാല പോലെ ഒരു ഐക്യത്തോടെ ഒന്നായി നിൽക്കാനാണോ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കാണുന്നത് പോലെ ഇങ്ങനെ ചിഹ്ന ഭിന്നമായിരിക്കാനാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്? എങ്ങനെയാ വേണ്ടത്? മാല പോലെയാണല്ലേ? അങ്ങനെയാണ് എല്ലാവരും നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് അല്പസമയം ക്ലാസ്സിൽ നേരെ പിടിച്ച് വളർത്തി പിടിച്ച്. റെഡി? നിങ്ങളെല്ലാവരും നിങ്ങളുടെ വലത് കൈ അല്പസമയം ഈ ക്ലാസ്സിൽ നേരെ പിടിക്കുക. റെഡി? ഓക്കെ, ഞാൻ റെഡി 1 2 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഒന്ന് മാജിക്കിന്റെ മന്ത്രം ചൊല്ലണം. റെഡിയാണോ? മാജിക്കിന്റെ മന്ത്രം അറിയോ? മാജിക്കിന്റെ മന്ത്രമാണ് ഫോക്കസ് ഫോക്കസ്. എന്താണ്? ഫോക്കസ് ഫോക്കസ്. ഓക്കെ, റെഡി? 1 2 3. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചത് എങ്ങനെ മാജിക്കിന്റെ മന്ത്രം ചെല്ലാൻ നല്ല ആക്ഷനോട് കൂടി നല്ല ശബ്ദത്തിൽ വേണം. ഓക്കെ, റെഡി? 1 2 3. ഓക്കെ, താങ്ക് യു. കൈയ്യൊക്കെ കേൾക്കുക. അവര് മാജിക്കിന്റെ മന്ത്രം ചെല്ലുന്ന സമയത്ത് ഈ ക്ലാസ്സിന് വല്ല മാറ്റവും സംഭവിച്ചിരുന്നു? ഇല്ല, ഒന്നും സംഭവിച്ചില്ല. നിങ്ങൾ മാജിക്കിന്റെ മന്ത്രം ചെല്ലുന്ന സമയത്ത് ഒന്നും സംഭവിച്ചില്ല എന്നാണ് പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാത്ത സംഭവിച്ചെന്ന് നോക്കാം. ഞാൻ റെഡി 1 2 3 എന്ന് പറയുന്ന സമയത്ത് മുത്തുകൾ മാത്രം മുകളിലേക്ക് എറിയാം. ഓക്കെ ആണോ? ഈ മുത്തുകൾ മാത്രം മുകളിലേക്ക് എറിയാം. ക്ലാസ് അറിയാൻ പാടില്ല, മുത്തുകൾ മാത്രം. ഓക്കെ, എനിക്ക് പിടിക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റിലേക്ക്. റെഡിയാണോ?
ക്ലാസ് റെഡി? 1 2 3. ഓക്കെ, അപ്പൊ നമുക്കിതാണ് ആവശ്യമല്ലേ? ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്നുകൊണ്ട് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? ഇതേപോലെ എന്തായിരിക്കണം? ഒന്നായിരിക്കണം അല്ലേ? ഇങ്ങനെ ഒറ്റക്കെട്ടായിരിക്കാൻ നമുക്ക് സാധിക്കുന്നത് മാത്രമേ ഈ ഒരു അവസ്ഥയിൽ ആശംസിക്കുകയാണ്. അപ്പൊ ഈ മാജിക്കിന് സപ്പോർട്ട് ചെയ്ത ഈ കൂട്ടുകാരന് നല്ലൊരു കയ്യടി കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത വർഷം മാജിക് കാണാൻ റെഡിയാണോ?